മറ്റൊരു മണിപ്പൂർ പാഠം. മണിപ്പൂർ കിഡ്സ് റെസ്യൂം സ്കൂളിംഗ് ഇൻ തിരുവല്ല. പുതിയ അധ്യയന വർഷം കേരളം ഇങ്ങനെയും ഒരു വാർത്ത സൃഷ്ടിച്ചു. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ഈ വേറിട്ട വാർത്തയിലെ വരികൾക്കിടയിലൂടെയാണ് ഇന്ന് ന്യൂസ് ബാൻഡ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം തെരുവുകൾ തോറും നിന്ന് കത്തിക്കൊണ്ടിരുന്ന മണിപ്പൂരിൽ നിന്നെത്തിയ 47 കുട്ടികൾ ഇനി പഠനം തുടരുന്നത് കേരളത്തിലെ തിരുവല്ലയ്ക്കടുത്ത എരുവേലിപ്ര സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കേരളത്തിലെ മലങ്കര കത്തോലിക് ചർച്ച് മുൻകൈയെടുത്താണ് മണിപ്പൂരിലെ കുക്കി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കേരളത്തിലേക്കുള്ള പഠന വഴിയൊരുക്കിയത്. ഇവരുടെ ഇനി മുമ്പോട്ടുള്ള എല്ലാ പഠന ചെലവുകളും തങ്ങൾ വഹിക്കുന്നതാണെന്നും സഭ അറിയിക്കുന്നു. കലാപത്തിയിൽ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ, വീട് തുടങ്ങി വിലപ്പെട്ട പലതും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തിയ അവസ്ഥയിൽ നിന്നാണ് ഈ കുട്ടികൾ കേരളത്തിന്റെ സ്വച്ഛതയിലേക്ക് പറിച്ചു നടപ്പെട്ടിരിക്കുന്നത്. ഒരാലോചനയിൽ നല്ല വാർത്തയെന്ന് പറയാൻ തോന്നുമെങ്കിലും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പെടുന്നവ ആ കുട്ടികളെ പറിച്ചെറിഞ്ഞ സംഭവങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇനിയും പിറക്കാതിരിക്കട്ടെ ഇത്തരം വാർത്തകളും അവയിലേക്ക് നയിക്കുന്ന സംഭവങ്ങളും എന്ന ആഗ്രഹം തലനീട്ടുന്നു. സ്വതന്ത്ര ഇന്ത്യ മറക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു എപ്പിസോഡാണ് മണിപ്പൂർ കലാപം. പ്രധാനമായും പെട്രോളും തീപ്പെട്ടിയുമൊക്കെ ആയുധങ്ങളാക്കിയ ഈ ലോ ടെക് കലാപം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പോലും 222 ജീവനുകൾ എടുക്കുന്നത് വരെ വളർന്നതെങ്ങനെയാണ്? അടുത്ത കാലത്ത് വരെ പ്രത്യേക അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ മണിപ്പൂർ ഘടകത്തെ എത്ര പിന്നോട്ട് വലിച്ചിട്ടാവണം മണിപ്പൂരിലെ ഭൂരിപക്ഷമായ മെയ്തേയ് സമുദായവും കുക്കി, നാഗ തുടങ്ങിയ ഗോത്രവർഗങ്ങളും പിന്നെ മുതലെടുപ്പിന് മുന്നിൽ നിന്ന് യഥാർത്ഥ കലാപകാരികളും നടന്നും ഓടിയും പടർത്തിയ ഒരു അരക്ഷിതാവസ്ഥ ഇത്രയേറെ മരണം വിതച്ചത്? സ്വന്തം ജനതയ്ക്ക് പകരം വീട്ടാനും തെരുവിൽ ഏറ്റുമുട്ടാനുമൊക്കെ അവസരമൊരുക്കി മാറി നിൽക്കുന്ന അധികാര കേന്ദ്രങ്ങൾ മറ്റൊരു വർത്തമാനകാല ഇന്ത്യൻ ദുരന്തമാണ്. മടങ്ങിവരാം തിരുവല്ലയിൽ വേരുകൾ പടർത്താൻ ശ്രമിക്കുന്ന മണിപ്പൂരി മലനിരകളുടെ കുഞ്ഞുങ്ങളിലേക്ക്. കാരണം യഥാർത്ഥ ഇരകൾ എപ്പോഴും മരിച്ചവരല്ല, ജീവിതം തുടരാൻ വിധിക്കപ്പെട്ടവരാണ്. പഠനത്തിനും തൊഴിലിനുമൊക്കെയായി സ്വന്തം നാട് ഉപേക്ഷിക്കുന്ന മനുഷ്യരുടെ കഥകൾ ഇന്ന് വാർത്തയല്ല. അനുനിമിഷം ചെറുതായിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഇത് കാര്യമായ വെല്ലുവിളികളും ഉയർത്തുന്നില്ല. എന്നാൽ ഈ കുട്ടികളുടെ അനുഭവം മറ്റൊന്നാണ്. സ്കൂൾ പഠനകാലത്ത് മാതൃഭാഷയോടും സ്വന്തം പരിസരങ്ങളോടുമൊക്കെ കുട്ടികൾ ഇണങ്ങി നിൽക്കേണ്ടതിന്റെ ആവശ്യകത തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യമാണ്. മണിപ്പൂരിൽ എന്തൊക്കെ നഷ്ടപ്പെടുമ്പോഴും സ്വന്തം ഭാഷയുടെ താങ്ങും സ്വന്തം നാടിന്റെ കാഴ്ചകളുടെ തണലും ഹൃദയം കൊടുത്ത ഓർമ്മകളുടെ ഊർജവുമെങ്കിലും ആ കുട്ടികൾക്ക് ബാക്കിയുണ്ടായിരുന്നു. ഇവിടെ തിരുവല്ലയിലെ മറ്റൊരു ലോകത്ത് ഒരർത്ഥത്തിൽ അവരെല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കുന്നു. അതെ, നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒന്നിനും കുറവില്ലാതെ നമ്മൾ നൽകുന്ന കരുതലിനിടയിലും എന്തൊക്കെയോ തേടി അവർ മണിപ്പൂർ മലനിരകളിൽ അലയുന്നുണ്ടാവണം. കാരണം അവർ തൊഴിൽ തേടി മറ്റൊരു സംസ്ഥാനത്തു നിന്നും വന്ന നാടും വീടുമൊക്കെയുള്ള മുതിർന്ന മനുഷ്യരല്ല, മറിച്ച് വെറും കുട്ടികളാണെന്നത് തന്നെ. ഇനിയും ഉണ്ടാവും മണിപ്പൂർ കലാപത്തിന്റെ അവശേഷിപ്പായി ഇത്തരം കുട്ടികൾ. സ്കൂൾ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ തന്നെ തുടരാനുള്ള സാഹചര്യവും പിറന്ന മണ്ണിനോടും പൊതിഞ്ഞു നിന്നിരുന്ന സംസ്കാരത്തോടുമുള്ള പൊക്കിൾക്കൊടി ബന്ധവുമെങ്കിലും തിരികെ നൽകിക്കൊണ്ട് പഠിക്കാനും വളരാനുമൊക്കെയുള്ള അവസരങ്ങളല്ലേ അവർക്കൊരുക്കി കൊടുക്കേണ്ടത്? മണിപ്പൂർ സാധാരണ നിലയിലാണ്, കലാപം കഴിഞ്ഞ കഥയാണ് തുടങ്ങിയ അറിയിപ്പുകളൊക്കെ നേരിന്റെ പക്ഷത്തു നിന്ന് വരുന്നവയെങ്കിൽ പക്ഷം പിടിക്കാതെ, പക്ഷത്തേക്ക് ചേർക്കാതെ സഹായങ്ങൾ എത്തട്ടെ മണിപ്പൂരിലെ കുട്ടികൾക്ക്, അറിവിനും തൊഴിലിനുമൊക്കെ ഒപ്പം അവരുടെ സ്വന്തം മണിപ്പൂരും. ഹൃദയം തൊടുന്ന മറ്റൊരു വാർത്തയുടെ പുനർവായനയുമായി ന്യൂസ് ബാൻഡിലൂടെ വീണ്ടും ഞാൻ അനുപ്രിയ. ബൈ.